എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോത്തിന്റെ പതക്കറള് വെച്ചിട്ട് ഒരു പതക്കറള് വരട്ടി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഫുള്ളും ഞാൻ കട്ട് ചെയ്തൊരു 1.5-2 കിലോളം അടുത്തുണ്ട്. പതക്കറകള് വരട്ടാറുമ്പോൾ പിള്ളേർക്കും വൈഫിനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ് സാധനം. അപ്പൊ നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കിക്കണം. അപ്പൊ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പം ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. 1.5-2 കിലോത്തിനടുത്തുണ്ട്. പാത്രം ചെറുതായി പോയിട്ടുണ്ടോ എന്നൊരു തോന്നലുണ്ട്, എന്നാലും കുഴപ്പമില്ല, മാറ്റാം. അപ്പം അതിലേക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ചെറുജീരകം, കുരുമുളക്, വലിയ ജീരകം, വെളുത്തുള്ളി, ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് ചതച്ചിട്ട് അതൊരു പൗഡർ ചെയ്തല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മൾ ഈ പതക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് ഇടാൻ പോകുന്നത്. ഇതിലേക്ക് വരുന്ന വലിയ ജീരകം, ചെറുജീരകം, കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ക്രഷ് ചെയ്തത് കൊണ്ടും അതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാള ചേർക്കുന്നുള്ളൂ, ഒരുപാട് സവാള വേണ്ട, കാരണം ഇത് നമ്മളൊരു വരട്ടായതുകൊണ്ട് സവാള അധികം വേണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പം നമ്മൾ അടുത്തതായിട്ട് തീയൊക്കെ കത്തിച്ച് അതിലേക്ക് വെക്കാൻ പോകുന്നുണ്ട്. അപ്പം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാലോ എന്നൊരു മനസ്സിൽ തോന്നി. അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഞാൻ അതിലേക്ക് ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പും കൂടി. ഉപ്പ് കുറച്ചേ ഇട്ടേ ഉള്ളൂ, പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഫയറൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാത്രം ചെറുതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം പാത്രം മാറ്റേണ്ട ആവശ്യം വന്നു, പാത്രം മാറ്റി. ഇപ്പൊ വലിയ പാത്രത്തിലേക്കാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഇളക്കി കൊടുത്തു. വെന്തിട്ടൊന്നുമില്ല. അപ്പൊ വേവാനും നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്ത് വരും, കാരണം നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് സമയം എടുക്കും. ഇങ്ങനെ വേവിച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. കുക്കറിനെക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. ഇതാകുമ്പോൾ മസാല എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ തന്നെ പച്ച മസാല ആണ് മാത്രം ചേർത്തുള്ളൂ. അതിൽ പൊടി ഐറ്റംസ് ഒന്നും ഞാൻ ഇപ്പൊ ചേർത്തില്ല, എല്ലാം ചേർക്കണം. അപ്പം ഒരു ഹാഫ് വേവൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റും കാര്യങ്ങളാണ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ. ആവിയൊക്കെ പറക്കുന്നുണ്ട്, ഇളക്കി കാണാനൊന്നും ഇല്ല അല്ലെ, പക്ഷെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഒരു ഹാഫിന്റെ അടുത്ത് വേവായിട്ടുള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ ഇനി കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ഫസ്റ്റ് ടൈം ആഡ് ചെയ്യാറുണ്ട്. 4 സ്പൂൺ. ഒരു ഹാഫ് വേവൊക്കെ ആകുമ്പോഴാണ് നമ്മൾ പൊടി ഇടുന്നത്. അതിലെ അടിഭാഗം പെട്ടെന്ന് കരിയും. അപ്പൊ ഇതിന്റെ വെള്ളം ഇങ്ങനെ വറ്റാൻ കാത്തുകൊള്ളു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ആണ് ഇട്ടിരിക്കുന്നത്. മീറ്റ് മസാല കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇട്ടു. കാരണം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ട്, എന്നാലും എരിവ് വേണമല്ലോ. എരിവ് ഉണ്ടാകുമ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു സ്പൂണ് ജീരകപ്പൊടിയും കൂടി അതിൽ ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ഗരം മസാല കൂടുതൽ ഞാൻ ഉപയോഗിച്ചില്ല, അതിൽ കുറച്ച് ഉപയോഗിച്ചുള്ളൂ. അപ്പൊ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. വൈഫാണ് ഇളക്കി കൊടുക്കുന്നത്. മൈലാഞ്ചിയൊക്കെ ഇട്ട്, പെരുന്നാളൊക്കെ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ട കൈയൊക്കെയാണ്. അപ്പൊ വൈഫ് നല്ല രീതിയിൽ ഇളക്കുന്നു. വെള്ളം നല്ലോണം വറ്റി ഇങ്ങനെ കുറുകി കിടക്കുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇതിനൊരു 100% ആകും ഇതിന്റെ വേവെല്ലാം. അപ്പൊ പൊടികളൊക്കെ ഇട്ട് എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യും. കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുള്ളൂ, മുളക് പൊടി ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ഈ ഫസ്റ്റ് മുന്നിൽ വരേണ്ടത്. തന്നെ ചെറിയ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല ഈ സാധനം. ലിവറൊക്കെ ആകുമ്പോൾ കൂടുതൽ പേര് കഴിക്കും. പതക്കരകളൊന്നും കൂടുതൽ പേര് കഴിക്കാറില്ല. ഇതില് പച്ച കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണുന്നില്ല. അപ്പം ഇതിന്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നേരത്തെ ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതിലേക്ക് ഞാൻ ഒരു ഓയിൽ എന്ന രീതിയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോഴേ ഈ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം വെച്ചാൽ പിന്നെ വെള്ളമൊക്കെ വറ്റുമ്പോൾ പിന്നെ നമ്മൾ ഓയിലിന്റെ ഒരു ആവശ്യമുണ്ട്, അതിന്റെ കണ്ടന്റ്. അപ്പൊ ഇത് നല്ലോണം വരട്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാകുന്ന കൂട്ട് തന്നെ ഇതിൽ കുറച്ച് ഓയിലും കിടണം. അപ്പൊ ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പൊ വൈഫ് ഇച്ചിരി കൂടി ഉപ്പിട്ട്. അപ്പം ഇങ്ങനെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആണ് ഇത് കഴിക്കാൻ. ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും ഇത് കഴിക്കുമ്പോൾ. ഇതിൽ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് ഇതിന്റെ ഒരു കളർ ഇങ്ങനെ ഇരിക്കുന്നത്. മുളക് പൊടി ഒരിക്കലും ചേർക്കരുത്. ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എരിവിന് വേണ്ടി നമ്മൾ കുരുമുളകാണ്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല അതിനൊരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പൊ തന്നെ കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനുള്ളിൽ ഇളക്കി കൊടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും. അവള് 2 പീസായി അങ്ങ് മോഷ്ടിച്ചു. പക്ഷെ പുള്ളിയാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം. 2 പീസല്ലേ പോയുള്ളത്. ഞാനും സമാധാനിച്ചു, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ, കൂടെ വർക്ക് ചെയ്യുന്നല്ലേ. ഇത് കഴിക്കുകയാണെങ്കിൽ ചൂട് ചോറും
ഈ പതക്കരകൾ ചൂടോടുക ഒരു വേറെ ലെവലാണ് മക്കളെ. അങ്ങനെ സ്പൂണ് കൊണ്ട് ചൂടിന് മുന്നേ ഇപ്പോഴെന്നെ കഴിക്കാൻ തോന്നുന്നത്. പക്ഷെ ഞാൻ ഇപ്പൊ കഴിക്കണം. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാലേ ഇൻട്രസ്റ്റ് അങ്ങ് പോകും. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.